प्यारे बच्चों साइलम ऑनलाइन उर्दू क्लास में सभी को मेरा परखुलूस आदाब എല്ലാ മക്കളെയും സൈലത്തിന്റെ ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നാളെയാണ് നമ്മുടെ പരീക്ഷ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിച്ച് നമ്മുടെ ഉറുദുവിൽ നല്ല മാർക്ക് നേടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് നേടാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ സാർ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാനാണ്. എന്താണ് ആ ചോദ്യം എന്നുള്ളത് എന്റെ മക്കൾ നോക്കിക്കോ. പാൽത്തോ ജാൻവർ ഓർ പരിന്തെ അലഗ് അലഗ് ഖാനോ മേ ലിഖിയേ. പാൽത്തോ ജാൻവർ വളർത്തുമൃഗവും അതേപോലെ ആ വളർത്തുമൃഗം, പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ വളർത്തുമൃഗം, ഓർ പരിന്തെ അതേപോലെ പക്ഷിയും തമ്മിൽ എന്ത് ചെയ്യണം, വ്യത്യസ്തങ്ങളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തരം തിരിച്ച് എഴുതണം. അപ്പൊ ഇതിൽ കുറച്ച് മൃഗങ്ങളും വളർത്തുമൃഗങ്ങളും അതേപോലെ പക്ഷികളും ഉണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യണം, രണ്ടായിട്ട് തരം തിരിക്കണം. അപ്പൊ ഇവിടെ ഒരുപാട് പേരുകൾ തന്നിട്ട് നമുക്ക് അത് നോക്കാം. ആദ്യം തന്നിട്ടുണ്ട് സുവർ, അല്ലെ, കഴുതയാണ്. സുവർ എന്ന് പറഞ്ഞാൽ കഴുതയാണോ? സുവർ എന്ന് പറഞ്ഞാൽ പന്നിയാണ് കേട്ടോ. പന്നിയാണ് സുവർ എന്ന് പറഞ്ഞാൽ. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കഴുതമായി തോന്നുന്നുണ്ടോ? പന്നിയല്ലടാ. അപ്പൊ പന്നിയാണ് സുവർ എന്ന് പറഞ്ഞാൽ. മുർഗ എന്ന് പറഞ്ഞാൽ കോഴിയാണ്. കബൂത്തർ എന്ന് പറഞ്ഞാൽ പ്രാവാണ്. ഗായ് എന്ന് പറഞ്ഞാൽ പശുവാണ്. മുർഗ എന്ന് പറഞ്ഞാൽ പിടക്കോഴിയാണ്. അപ്പൊ ഇത് പൂവൻകോഴി, ഇത് പിടക്കോഴി. പിന്നെ ബില്ലി, ബില്ലി എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, പൂച്ചയാണ്. ബക്കരി, ബക്കരി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ആടാണ്. ഖർഗോഷ് മുഴലാണ്. ബഹീൻസ് എരുമയാണ്. ബത്തഹ് എന്ന് പറഞ്ഞാൽ താറാവാണ്. കുത്ത എന്ന് പറഞ്ഞാൽ നാഴയാണ്. ഊണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ്, അല്ലെ? അപ്പൊ ഇത് നമുക്ക് ഈ പേരുകൾ നമുക്ക് കൃത്യമായിട്ട് എല്ലാ പേരുകളും ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലെ ചിത്രം നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാതും ചിത്രം നോക്കി ഐഡന്റിഫൈ ചെയ്യാനാണെങ്കിൽ നമ്മൾ പറഞ്ഞത് ഓക്കെ. പക്ഷെ എല്ലാതും ചിത്രങ്ങൾ നോക്കി ഐഡന്റിഫൈ ചെയ്യാനാവില്ല. ചിലപ്പോൾ ചോദ്യങ്ങൾ എന്താവും, ബ്രാക്കറ്റിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാവും. അതിൽ എന്തുണ്ടാവില്ല, ചിത്രങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓരോന്നും എന്താണ് എന്നറിയണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കോളങ്ങളാക്കി രണ്ട് കോളങ്ങളാക്കി നമ്മൾ എന്ത് ചെയ്യണം, തരം തിരിക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായും രണ്ടെണ്ണം ആക്കിയിട്ട് നമ്മൾ തരം തിരിക്കണം. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഫസ്റ്റ് നോക്കാം. പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വളർത്തു മൃഗങ്ങളാണ്, അല്ലെ, വളർത്തു മൃഗങ്ങൾ. അതേപോലെ പരിന്തെ എന്ന് പറഞ്ഞാൽ പക്ഷികളാണ്. അപ്പൊ ഇതായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, തരം തിരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമുക്ക് ആദ്യം സുവറാണ്. പന്നി ഏതാണ്? വളർത്തു മൃഗമാണോ അല്ലെങ്കിൽ വളർത്തു പക്ഷിയാണോ? ഏതാ, നിങ്ങൾക്ക് ഏതാ തോന്നുന്നത്? പറയൂ. യെസ്, സുവർ എന്താണ്? പാൽത്തു ജാൻവർ ആണ്. അത് നമ്മൾ എഴുതി. പിന്നെ മുറ രണ്ടാമതായിട്ട് വരുന്നത്. അപ്പൊ ഒന്ന് നമ്മൾ എഴുതി. ഇനി രണ്ടാമതായിട്ട് വരുന്നത് മുറ എന്താണ്? അത് പക്ഷിയിൽ പെടുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പരിന്തയിൽ നമ്മൾ എഴുതി. പിന്നെ നമുക്ക് വരുന്നത് കബൂത്തറാണ്. കബൂത്തർ പ്രാവാണ്, അല്ലെ? പ്രാവ് മൃഗാണോ? അല്ല, പരിന്തയാണ്. അപ്പൊ കബൂത്തർ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു, ഇവിടെ എഴുതി കൊടുക്കുന്നു. അപ്പൊ അതും കിട്ടി. പിന്നെ നമുക്ക് വരുന്നത് ഗായി ആണ്, പശുവാണ്. പശു പക്ഷിയാണോ? അല്ല, അല്ല സാറേ, പശു മൃഗമാണ്, പാൽത്തോ ജാൻവറാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും, ഗായ് എന്ന് പറയും. അപ്പൊ അതും നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് വരുന്നത് മുറയാണ്, അല്ലെ? അപ്പൊ അത് രണ്ടും എന്താണ്? പരിന്തന്നെയാണ്. മുറയാണെങ്കിലും മുറിയാണെങ്കിലും ഒക്കെ എന്താണ്? പക്ഷിയാണ്. പിന്നെ നമുക്ക് ബില്ലിയാണ് വരുന്നത്, അല്ലെ? ബില്ലി. അപ്പൊ നമ്മൾ ഇത് പാൽത്തോ പരിന്തയാണ്. പൂച്ച ഏതാണ്? വളർത്തു മൃഗമാകുന്നു. പിന്നെ നമുക്ക് ബക്കരി വരുന്നുണ്ട്, ആട്. നമ്മുടെ വീടുകളിലൊക്കെ ആടുള്ള വീടുകൾ ഉണ്ടാകും. അപ്പൊ അതെന്താണ്? പാൽത്തു ജാൻവർ ആണ്, അല്ലെ? ബക്കരി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഖർഗോഷ് വരുന്നുണ്ട്. അതേതാ വരിക? ഖർഗോഷ് ഏതിലാ വരിക? പറയൂ, ഖർഗോഷ് ഏതിലാണ് വരിക? വളർത്തു മൃഗമാണോ വളർത്തു പക്ഷിയാണോ? അല്ലെ, വളർത്തു മൃഗമാണ് ഖർഗോഷ് വരിക. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു, പാൽത്തോ ജാൻവറിൽ എഴുതി, അല്ലെ? പിന്നെ നമുക്ക് വരുന്നുണ്ട് ബഹീൻസ്, അല്ലെ? എരുമയാണ് വരുന്നത്. അതും വളർത്തു മൃഗത്തിലാണ് വരുന്നത്, അല്ലെ? അതും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ എഴുതുന്നു, ബഹീൻസ്. അത് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് വരുന്നത് ബത്തഹ്, അല്ലെ? താറാവാണ്. അപ്പൊ അത് പരിന്തയിലാണ് വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു, നല്ല വൃത്തിക്ക് എഴുതി കൊടുക്കുന്നു, ബത്തഹ് എന്ന്. പിന്നെ നമുക്ക് വരുന്നുണ്ട് കുത്ത വരുന്നുണ്ട്, അല്ലെ? കുത്ത എന്ന് പറഞ്ഞാൽ നാഴയാണ്. അത് ഇതിലാ വരിക, വളർത്തു മൃഗത്തിലാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഏതാ? ഊണ്ട് വരുന്നുണ്ട്, ഒട്ടകം. ഒട്ടകവും നമ്മൾ വളർത്തു മൃഗത്തിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇത്തരത്തിൽ മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, തരം തിരിച്ച് എഴുതാൻ പറ്റണം. സുവർ, ഗായ്, ബില്ലി, ബക്കരി, ഖർഗോഷ്, ബഹീൻസ് ഓർ കുത്ത ഓർ ഊണ്ട്. അപ്പോൾ പക്ഷികളിൽ വരുന്നത് ഏതൊക്കെ? മുറ, കബൂത്തർ, മുറഗി, ബത്തഹ്, അല്ലെ? ഇതാണ് നമുക്ക് ഇതിൽ വരുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്താൽ എന്റെ മക്കളെ കാത്തിരിക്കുന്നത് എന്താ? 5 മാർക്കാണ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 മാർക്ക് നേടാൻ പറ്റും. അപ്പൊ ആദ്യം ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ എന്റെ മക്കൾ ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കുക, കൃത്യമായിട്ട് ഓരോ ചിത്രങ്ങളും ഐഡന്റിഫൈ ചെയ്യുക. മാത്രമല്ല 2 കോളത്തിലാക്കിയിട്ട് ഓരോന്ന് നോക്കി നമുക്ക് അറിയാത്തതുണ്ടെങ്കിൽ അത് ജസ്റ്റ് എന്ത് ചെയ്യാം, മാറ്റി വെക്കുക. ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. ഇത്തരത്തിൽ അവസാനം നമുക്ക് എന്ത് കിട്ടും,
ഇത്തരത്തിൽ നമുക്ക് പക്ഷിയായിട്ടും മൃഗമായിട്ടൊക്കെ നമുക്ക് തരംതിരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അഥവാ നിങ്ങളോട് ഏതെങ്കിലും മൃഗത്തെക്കുറിച്ച് ജുംല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ എഴുതുക. അപ്പോൾ ഉദാഹരണമായിട്ട് ബില്ലി. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതും? എ ബില്ലി ഹേ, ഇത് പൂച്ചയാകുന്നു. പിന്നെ എന്താ പറയാ, എ മേരാ ബില്ലി ഹേ, ഇത് എൻ്റെ പൂച്ചയാണ് അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പൂച്ചയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്താ, ബില്ലി കാ രംഗ്, പൂച്ചയുടെ നിറം. ഇപ്പൊ നിങ്ങളുടെ പൂച്ചയുടെ നിറം ചിലപ്പോൾ എന്താകും, വെള്ളയാകും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്താ, സഫേദ് ഹേ. പിന്നെ നമുക്ക് എന്ത് പറയാ, ബില്ലി ഏക്ക്, നമ്മൾ പഠിച്ചു നേരത്തെ ചിത്രത്തിൽ, പാൽത്തു ജാൻവർ ഹേ, ഒരു വളർത്തു മൃഗമാകുന്നു. അപ്പം ഏ ബില്ലി ഹേ, ബില്ലി ഏ മേരാ ബില്ലി ഹേ, ബില്ലി കാ രംഗ് സഫേദ് ഹേ, ബില്ലി ഏക്ക് പാൽത്തു ജാൻവർ ഹേ. ഇങ്ങനെ എഴുതിയാൽ ബില്ലിയുമായി ബന്ധപ്പെട്ട് ജുംല തയ്യാറാക്കാൻ വേണ്ടി ചോദിച്ചാൽ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷ നേടാൻ പറ്റും. ഞങ്ങൾ 5ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ഉറുദു പഠിക്കാൻ പ്രയാസമാണെന്ന് ഒന്നും വിചാരിക്കേണ്ട, അനസാർ ഈസ് ഹിയർ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമുക്ക് എല്ലാ പാഠഭാഗങ്ങളും സെറ്റ് ആക്കി തരും. അപ്പൊ എന്റെ മക്കൾ നോട്ട് ചെയ്യേണ്ട കാര്യം, നാളെയാണ് നമ്മുടെ പരീക്ഷ. അപ്പം ഇന്ന് നമ്മുടെ കൃത്യം 7 മണിക്ക് നമുക്ക് 14-ാം തീയതി കൃത്യം 7 മണിക്ക് നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട്. മെഗാ മാരത്തോണുമായിട്ട് അനസാർ വരുന്നുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്, അതിനനുസൃതമായി ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട്. അനസാർ കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവിൽ വരും. എല്ലാ മക്കളും ഈ ലൈവിലൊക്കെ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടിപൊളിയാക്കാൻ നമുക്ക് നാളത്തെ പരീക്ഷ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ബക്കൽസ്. അഗ്ല വീഡിയോ में अनसार फिर मिलेगा. നാളെ കൃത്യം 7 മണി മെഗാ മാരത്തോൺ മറക്കണ്ട. ബൈ.